ശരി, DK ശിവകുമാർ കോൺഗ്രസ് വിടുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് അമിത്ഷയുമായി കഴിഞ്ഞ ദിവസം 12 മണിക്കൂറോളം വിഷ ഫൗണ്ടേഷനിലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു സദ്ഗുരുവിന്റെ ഒരു ചടങ്ങിൽ DK ശിവകുമാർ പങ്കെടുത്തു. മാത്രമല്ല അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്, ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദുവായിട്ട് ജീവിക്കുന്നു, ഹിന്ദുവായിട്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന്. അപ്പോൾ ഹിന്ദുത്വത്തിലേക്കുള്ള ഒരു മാറ്റമാണോ DK? അല്ല, DK നേരത്തെ തന്നെ തുറന്നു പറഞ്ഞാണ്, എനിക്ക് ഈ സനാതന ധർമ്മത്തിലാണ് കൂടുതൽ വിശ്വാസം. താൻ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്, അത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. കുംഭമേളയിൽ പോയിരുന്നു, കുടുംബവുമായിട്ടാണ് പോയത്. എന്നിട്ട് അതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇപ്പോൾ ഇഷ ഫൗണ്ടേഷൻ കോയമ്പത്തൂരിൽ സംഘടിപ്പിച്ച ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് DK ശിവകുമാർ അവിടേക്ക് പോയത്. ആ ശിവകുമാർ അവിടെ ചെല്ലുമ്പോൾ സദ്ഗുരു ജഗ്ഗി വാസുദേവ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, BJPയുടെ ഏറ്റവും ശക്തനായ നേതാവെന്ന് പിന്നീട് നമുക്ക് പറയാൻ കഴിയുന്ന അമിത്ഷാ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമിത്ഷായും DK ശിവകുമാറും ഒരുമിച്ച് വേദി പങ്കിട്ടു എന്നതിനെ ഒട്ടും ചെറുതായി കാണാൻ പറ്റില്ല. കാരണം DK ശിവകുമാർ ഒരു പക്ഷേ കർണാടകയുടെ മുഖ്യമന്ത്രി ആകുമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ ഇല്ലാതാക്കിയത് AICCയുടെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയാണ് പറഞ്ഞത്, തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കണം, ഇപ്പോൾ മുഖ്യമന്ത്രി ആകാൻ നിൽക്കരുത്. DK ശിവകുമാർ ഒന്ന് മാറി നിന്നാൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാം, പകരം ഉപമുഖ്യമന്ത്രി ആകണം. അപ്പോൾ അദ്ദേഹം അവിടുത്തെ PCC അധ്യക്ഷൻ കൂടിയാണ്. അപ്പോൾ PCC അധ്യക്ഷൻ എന്ന് പറയുന്ന ചുമതല, ഒപ്പം അവിടുത്തെ ഉപമുഖ്യമന്ത്രി എന്ന സ്ഥാനം. അപ്പോൾ ഒരാൾ 2 പദവി വഹിക്കാൻ പാടില്ല. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എത്രയും വേഗം ഈ DK ശിവകുമാറിനെതിരെ പടയൊരുക്കം നടത്തുക എന്നുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യമാണ്. ആ ഒരു താല്പര്യവുമായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള ഈ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ DK ശിവകുമാർ പോകുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ PCC അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിക്കാം, ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കാം. വലിയൊരു ഭീഷണിയാണ് DK ശിവകുമാറിൻ്റെ ഭാഗത്തുനിന്ന് പരോക്ഷമായി ഉണ്ടാകുന്നത്. അപ്പോൾ അമിത്ഷാ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ DK ശിവകുമാർ പങ്കെടുക്കുക. അപ്പോൾ DK ശിവകുമാർ ഈ പരിപാടിയിൽ വരുന്നെന്ന് അമിത്ഷായ്ക്ക് അറിയാം, അമിത്ഷാ വരുന്നു എന്നുള്ളത് DK ശിവകുമാറിന് അറിയാം. അപ്പോൾ സ്വാഭാവികമായും അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരായ നിലപാട് സ്വീകരിക്കണം. പക്ഷേ താനൊരു ഹിന്ദുമത വിശ്വാസിയാണെന്നും തനിക്ക് ക്ഷേത്രങ്ങളിലുള്ള പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുണ്ടെന്ന് അദ്ദേഹം നേരത്തെ തെളിയിച്ചതാണ്. കണ്ണൂരിലും കാസർഗോഡും അടക്കമുള്ള, അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോലും കുടുംബസമേതം അദ്ദേഹം ദർശനത്തിനൊക്കെ വരുന്നതാണ്. കോൺഗ്രസിന് DK ശിവകുമാറിനെ എടുത്ത് പുഷ്പം പോലെ എടുത്ത് വെളിയിൽ കളയാൻ പറ്റില്ല. കാരണം നിലവിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിന് അധികാരമുള്ളത്, നിലവിൽ എത്ര എടുത്താണ് കോൺഗ്രസിന് അഡ്രസ്സ് ഉള്ളത്, ആ സ്ഥലങ്ങളിലൊക്കെ ഇനിയും കോൺഗ്രസിന് നിലകൊള്ളണമെങ്കിൽ ധാരാളം ഫണ്ട് വേണം. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഫണ്ട് റൈസർ ആരാന്ന് ചോദിച്ചാൽ അതാണ് DK ശിവകുമാർ. ഒരു നല്ല നേതാവാണ്, ഒപ്പം എങ്ങനെ പണം സമ്പാദിക്കാം, മീൻസ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന്, ഇതിനൊക്കെ പണം ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് DK ശിവകുമാറാണ്. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തരമായി കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും PCC അധ്യക്ഷൻ എന്ന നിലയിൽ അതിനെയൊക്കെ അടിച്ചമർത്തി മുന്നോട്ട് പോകാൻ ശിവകുമാറിന് കഴിയും. അപ്പോഴാണ് ഈ കുംഭമേളയിൽ പങ്കെടുത്തതിൽ ചില അതൃപ്തികൾ കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചത്. പക്ഷേ അതിനെ കുറ്റം പറഞ്ഞില്ല. പക്ഷേ അമിത്ഷായുമായിട്ട് കോയമ്പത്തൂരിൽ ഒരു വേദി പങ്കിടുന്നു, മണിക്കൂറുകളോളമാണ് ഇവർ ഒന്നിച്ചുണ്ടായിരുന്നത്. ഇവർ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ടാവും, ചിലപ്പം പൊതുവായ കാര്യങ്ങളാകാൻ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പുറത്തു നിന്ന് ഒരാൾക്ക് അമിത്ഷായുമായിട്ടൊരാൾ കൂടിക്കാഴ്ച നടത്തുന്നു, അതും കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി. ഇതിനകത്ത് ഒരുപാട് കൂട്ടലും കിഴിക്കലുകളും ഒക്കെ നടക്കും. അമിത്ഷാ വേണമെങ്കിൽ ഈ പറയുന്ന DK ശിവകുമാറിൻ്റെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചാൽ അതിനെ തടയാൻ കോൺഗ്രസിന് സാധിക്കുമോ? അപ്പോൾ DK ശിവകുമാർ ഇത്തരത്തിലുള്ള ചില നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് BJP ക്യാമ്പിനും ആശ്വാസം നൽകുന്നുണ്ട്, ആഹ്ലാദം നൽകുന്നുണ്ട്. കാരണം DK ശിവകുമാർ ഇത്തരത്തിൽ സനാതന നിലപാട് സ്വീകരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കൊന്നും ഒട്ടും താല്പര്യമുള്ളതല്ല. മാത്രമല്ല ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അനുഷ്ഠാനത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് നന്മ കിട്ടട്ടെ, അല്ലെ ഇതിൻ്റെ പുണ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനോട് കോൺഗ്രസിന് എതിർപ്പില്ല. ഇവിടെ DK ശിവകുമാർ എന്ന് പറയുന്ന ഉന്നതനായ ഒരു നേതാവ് ഇത്തരത്തിൽ സ്റ്റെപ്പ് വെക്കുന്നു. ഇപ്പോൾ ഈ സദ്ഗുരുവിൻ്റെ അവിടെ നടന്ന പരിപാടി ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. മണിക്കൂറുകളോളമാണ് അവിടുത്തെ ശിവരാത്രി ആഘോഷം നടക്കുന്നത്. ഈ ശിവരാത്രി ആഘോഷത്തിൽ വെറുതെ ഒരു പങ്കാളി മാത്രമല്ല DK ശിവകുമാർ ആയത്, അദ്ദേഹം ശരിക്കും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുകയാണ്. അതായത് അതിൻ്റെ സംഘാടനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നത്, ഈ സദ്ഗുരു എന്ന് പറയുന്നത് BJP കാരനാണോ?
അതോ സദ്ഗുരു എന്ന് പറയുന്ന RSSകാരനാണോ? സംശയം ഉണ്ടാക്കാം. അപ്പോൾ ഒരു സ്വാമിയാണ് അല്ലെങ്കിൽ ഒരു ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, ഹൈന്ദവ ആചാരങ്ങളെ പിന്തുടരാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹം RSSകാരനാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില സാമൂഹ്യ പ്രവർത്തകരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സദ്ഗുരുവും RSS ആണ്, അല്ലെങ്കിൽ BJP ആണ്. പക്ഷേ നമ്മൾ ഇന്ന് വരെ ഒരു BJPക്കാരനായിട്ടോ RSSകാരനായിട്ടോ സദ്ഗുരുവിനെ കണ്ടില്ല. അവിടേക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരുന്നത്. എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാണക്യർ എന്ന് പറയുന്ന അമിത്ഷായാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ എങ്ങനെ അട്ടിമറിക്കാം, ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ ഒന്നിച്ച് എങ്ങനെ BJPയിലേക്ക് കൊണ്ടുവരാം, ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ചരിത്രം അമിത്ഷായ്ക്കുണ്ട്. അപ്പോൾ അമിത്ഷാ നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല, ഒരു നല്ല രാഷ്ട്രതന്ത്രജ്ഞനാണ്. ഒപ്പം മറ്റു പാർട്ടിയിൽ നിന്ന് ആളുകളെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള മികച്ച ഒരു നേതാവാണ്, ഒരു സംഘാടകനാണ്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായും DK ശിവകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ കോൺഗ്രസ് നേതാക്കൾ ഭയത്തോടു കൂടി കാണുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഈ പരിപാടിയിൽ DK ശിവകുമാർ പങ്കെടുത്തതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ സദ്ഗുരുവിൻ്റെ പരിപാടിയിൽ ലോകമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ടുണ്ട്, BJPക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ കോയമ്പത്തൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം DK ശിവകുമാർ എന്ന് പറയുന്ന അവരുടെ അമിത്ഷാ എന്ന് പറയുന്ന അവരുടെ തലപ്പൊക്കമുള്ള നേതാവ് വരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ തലപ്പൊക്കമുള്ള DK ശിവകുമാറും പങ്കെടുക്കുന്നു. അപ്പോൾ ഇരുവരും ഒരേ വേദിയിൽ ഒന്നിച്ചു നിൽക്കുകയും ഇവർക്കൊപ്പം ഈ സദ്ഗുരു പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണോ, അതോ ഇതൊരു പുതിയ കൂട്ടായ്മയാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ വേണമെങ്കിൽ വിമർശകർക്ക് പറയാം, ഈ DK ശിവകുമാറും സദ്ഗുരുവും വീണ്ടും RSSന്റെ വലയിൽ വീണുന്ന്. അപ്പോൾ വീണ്ടും RSSന്റെ വലയിൽ വീണു എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായി BJP പക്ഷത്തേക്ക്, RSS പക്ഷത്തേക്ക് ഒരു ചായ്വ് DK ശിവകുമാർ കാണിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തെ കർണാടകയിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് കൊണ്ടാണ് BJPയിലേക്ക് ചായാഞ്ഞത്. പക്ഷേ മുൻകാല ചരിത്രം നമ്മൾ എടുത്ത് നോക്കുക, കോൺഗ്രസ്സിലെ എത്ര തലപ്പൊക്കമുള്ള നേതാവായിക്കോട്ടെ, മുഖ്യമന്ത്രി പദം ഉൾപ്പെടെ ലഭിച്ച നേതാക്കളായിക്കോട്ടെ, പിന്നീട് BJPയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ അവർ MP ആയിട്ടുണ്ട്, കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DK ശിവകുമാർ എന്ന് പറയുന്ന ഒരു മികച്ച സംഘാടകനെ, മികച്ച രാഷ്ട്രീയ നേതാവിനെ BJPയിലേക്ക് എത്തിക്കാൻ ആ നേതൃത്വം ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റു പറയാനൊന്നും പറ്റില്ല. ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഒരു വാണിംഗ് പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ DK ശിവകുമാർ പങ്കെടുക്കുന്നത് കുറച്ച് നിയന്ത്രിക്കണം, അല്ലെ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണ പങ്കാളിത്തം DK ശിവകുമാർ ഒന്ന് നിയന്ത്രിക്കണമെന്ന് പറയുന്നു. കാരണം ഒറ്റയടിക്ക് വാൺ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ശക്തനാണ് DK ശിവകുമാർ. ഇയാളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ഇയാളെ ഇതിൽ നിന്ന് പാർട്ടി പദവികളിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ കോൺഗ്രസിൻ്റെ ഫണ്ട് നിലച്ചു പോകും. അപ്പോൾ കോൺഗ്രസിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായ ചില പിന്തുണ വേണം. ഈ സാമ്പത്തിക പിന്തുണ ആർജിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ നേതാവ് DK ശിവകുമാറാണ്. അതുകൊണ്ട് DK ശിവകുമാറിനെയും സദ്ഗുരുവിനെയും ഒരുമിച്ച് BJPയിലേക്ക് എത്തിച്ചു എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ ചെറിയതായിട്ടാണെങ്കിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ആരും വലിയ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇവിടെ കോൺഗ്രസ് നേതൃത്വം പേടിക്കുന്നത് DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുത്തിയത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും എതിരായിട്ട് ചില അഴിമതി ആരോപണങ്ങളുണ്ട്. ഈ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ DK ശിവകുമാറിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ BJPയിലേക്ക് പോകാം. ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ 2-2.5 വർഷം 3 വർഷം കഴിയുമ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിക്കുക. അതല്ലെങ്കിൽ BJPക്കൊപ്പം പോയി അദ്ദേഹം ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും അമിത്ഷായ്ക്കൊപ്പം DK ശിവകുമാർ ഒരുമിച്ച് ഒരേ വേദിയിൽ ഇരുന്നതിനെ വളരെ സൂക്ഷ്മതയോടെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ കാണുന്നത്. ഒപ്പം സദ്ഗുരു വിളിച്ചിട്ടാണ് അമിത്ഷായും അതുപോലെ തന്നെ DK ശിവകുമാറും വന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു പാലമായി സദ്ഗുരുവും വർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിച്ച് മാത്രമേ ഉത്തരം പറയാൻ പറ്റൂ.